അങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസുത്തക്കാമത്തി സുന്നിയയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഹർ മുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. അതുണ്ടായത് വാങ്ങിയത് ഞങ്ങൾ ചെമ്മാട് ദാറുൽ ഹുദ എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, ആ സ്ഥാപനത്തിന്റെ കുട്ടികളൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുബ്ബയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുബ്ബയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളെ പേര് അവിടെ എഴുതും, എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അദ്ദേഹമാവട്ടെ ലോകപ്രസിദ്ധനാണെന്ന് ഇവർ തന്നെ സമ്മതിച്ചു. കാരണം അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആസാറുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആസാറുകളെ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ ആസാറിൽ ലഭിക്കാൻ വേണ്ടി ലബനാനിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അബൂദാബിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, പല നാട്ടിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധനാണെന്ന് പറഞ്ഞല്ലോ. ആ പ്രസിദ്ധനായ ആളിൽ നിന്ന് നമുക്ക് കിട്ടിയ അദ്ദേഹത്തിൽ നിന്ന് തന്നെ സുബ്ഹാനല്ലാഹ് ഇവരും പോയി വാങ്ങി. ഇതല്ലാതെ അദ്ദേഹം വ്യാജനാണെന്നതിന് വേറെ ഒരു തെളിവും അവരും ധരിച്ചിട്ടില്ല. അതുകൊണ്ട് വന്നിട്ട് വ്യാജനാണ്. അതെങ്ങനെയാ? എനിക്ക് കിട്ടിയ ആൾക്ക് ആരോട് അവർ കേരളപേക്ഷിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യും നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവർക്കും അദ്ദേഹം കൊടുത്താൽ അദ്ദേഹം വ്യാജനാണെന്ന് എങ്ങനെയാ അവരിൽ? അതെങ്ങനെ വ്യാജനാണെന്നതിന്റെ തെളിവെന്നാണ് അവിടെ? അതേ സമയത്ത് ഞങ്ങൾ കുബ്ബയുണ്ടാക്കും, ആ കുബ്ബയിൽ വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വഞ്ചിച്ച് വാങ്ങിയതാണെങ്കിൽ അതിന്റെ ശറഇന്റെ വിധി എന്ത്? മറുപടി പറയേണ്ടതാണ്. അത് ഞങ്ങൾക്ക് ബഹുമാനത്തിന് വേണ്ടി വെക്കാനാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതേ ബഹുമാനത്തിൽ തന്നെയാണല്ലോ നമ്മളും വെക്കുന്നത്. പിന്നെ എന്ത് വ്യത്യാസം? മറുപടി പറയണം. അല്ല, ഞങ്ങൾക്കത് കത്തിച്ചു നോക്കിയിട്ട് അത് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് എന്നാണ് അവർ പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഹർ മുബാറക്കാണെന്ന് ലോകപ്രസിദ്ധമായ ഒരു സംഭവം അവർ തന്നെ പറഞ്ഞതുപോലെ ലോകത്ത് മുഴുവനും ഇദ്ദേഹം ഷഹർ മുബാറക്ക് ഒരുമിച്ച് കൂട്ടുന്ന ആളാണെന്ന് പ്രസിദ്ധിയുള്ളതാണെന്നും അദ്ദേഹത്തിന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കത്ത് വന്നിട്ടുണ്ടെന്നും പറയുമ്പോൾ അങ്ങനെ പ്രസിദ്ധമായ ഒന്ന് കത്തിച്ചു നോക്കിയിട്ട് പരിശോധിക്കാം എന്ന് പറയുന്നതിന് തെളിവ് എവിടെ? അത് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഖുർആനിന്റെ ഇബാറത്തിലുണ്ടോ? ഇത് തെളിയിക്കേണ്ടതാണ്. അത് തെളിയിക്കാത്ത കാലത്തോളം കിട്ടിപ്പോയി തെളിവ്, വ്യാജനാണെന്ന് തെളിവ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. പിന്നെ അബൂദാബിയിൽ നിന്ന് ലഭിച്ചതും ഇവർക്ക് കൊണ്ടുപോയതാണ് എന്ന് അവർ പറയുന്നതിന് തെളിവ് അവർ ഉദ്ധരിച്ചിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ ഇവർക്ക് കൊണ്ടുപോയത് കൊണ്ട് തെറ്റാണെന്ന് അതിനും അവർ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. ഈ തെളിവുകളൊന്നും ഉദ്ധരിക്കാതെ ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികാരെയും കൂട്ടുകൂടി കമ്മിറ്റി ഉണ്ടാക്കി യോഗം ചേർന്ന് ഗൂഢാലോചന നടത്തി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ വളരെ വേദന കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ, അല്ലാഹുവിനെ പേടിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ.